ഇതുവരെ എല്ലാ അവസരങ്ങളിലും പ്രസംഗിച്ചു എന്നല്ലാതെ ഒരൊറ്റ ചോദ്യത്തിനും മറുപടി പറയാൻ ഈ മൗലവിക്ക് സാധിച്ചിട്ടില്ല. അതിന്റെ തെളിവാണ് തോട്ടുമുഖം സംവാദം. ആദ്യം മുതൽ ഞങ്ങൾ ചോദിച്ചു, തബ്രാനി ഇമാമിന്റെ സനദ് വായിച്ചില്ല, സ്വഹീഹാണെന്ന് പറഞ്ഞില്ല. പിന്നെ ഞങ്ങൾ ചോദിച്ചു, അസ്അലിക മുറാഫഖതക ഫിൽ ജന്ന എന്ന് ചോദിച്ച നബിയെ തങ്ങൾ മുശ്രിക്കാണോ എന്ന് ചോദിച്ചു, പറഞ്ഞില്ല. പിന്നെ ഇയാള് തന്നെ ഇവിടെ തോട്ടുമുഖത്ത് വന്ന് പ്രസംഗിച്ചു, ജിന്നിനോട് സഹായം ചോദിക്കാൻ പാടില്ല, മലക്കിനോട് സഹായം ചോദിക്കാൻ പാടില്ല. സീഡ് ഞങ്ങളെ കയ്യിലുണ്ട്, പക്ഷേ നിങ്ങൾ പോയി, അതുകൊണ്ടാ ചോദിച്ചത്, നിങ്ങൾ എത്തിപ്പെട്ട ഗ്രൂപ്പ് ഉണ്ടല്ലോ സക്കരിയ, അതുപോലെയുള്ള മൗലവിമാർ, അവർ പഠിപ്പിക്കുന്നു ജിന്നിനെ വിളിക്കാം, അവർ രക്ഷകരാണ്. ഞാൻ ചോദിക്കട്ടെ, സക്കരിയ സ്വലാഹി മുശ്രിക്കാണോ? അതിനും മിണ്ടിയില്ല. അപ്പൊ എന്തായി? ഈ ലബ്ബാദാരിബിയുടെ വാദമനുസരിച്ച് റബിയ തങ്ങളും അതുപോലെയുള്ള മുഴുവൻ സ്വഹാബികളും മുശ്രിക്ക്, കൂട്ടത്തിൽ ഇവരെ നേതാവായ മുഴുവൻ മൗലവിമാരും മുശ്രിക്ക്. ഇനിയിപ്പോ സ്വർഗത്തിൽ ആര് മാത്രം? നമ്മളെ ലബ്ബ മാത്രം. അതൊക്കെയാണ് മുജാഹിദുകളെ, നല്ല സാധനം തന്നെയാ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്, എടുത്തോളൂ. ഈ ജാതി സാധനത്തിന് ഞങ്ങൾക്ക് വേണ്ട, നിങ്ങൾ എടുത്തോ, നല്ല മുതല. ഇസ്തിഹാസ അംഗീകരിക്കുകയും ചെയ്തു. കാരണം നബവി ഇമാമും റംലി ഇമാമൊക്കെ പറഞ്ഞല്ലോ അത് റെഡിയാണ്, ഇസ്തിഹാസ ശരിയാണ് എന്നും പറഞ്ഞു. റൂഹുൽ ബയാൻ ഞങ്ങൾ ഇതാ വായിക്കുന്നു, വ്യക്തമാണ്. വഹാദാ ബിഖിലാഫി തവജ്ജുഹി ഇലാ റൂഹാനിയത്തിൽ അംബിയായി വല്ലൗലിയായി. മുശ്രിക്കീങ്ങളോട് സഹായം ചോദിക്കുന്നത്, അല്ലെങ്കിൽ മുശ്രിക്കുകൾ അവരെ ബിംബങ്ങളോട് ചോദിക്കുന്നത് ഔലിയാക്കളോട് ചോദിക്കും പോലെയല്ല. പിന്നെയോ അത് തൗഹീദ് തന്നെയാണ്, അത് ശിർക്കല്ല എന്നാണ് റൂഹുൽ ബയാൻ പഠിപ്പിച്ചത്. അതുകൊണ്ട് വളരെ വ്യക്തമായി ഞങ്ങൾ സ്വർഗം ചോദിക്കുന്നതിന്റെ അർത്ഥം അത്രയേ ഉള്ളൂ. സ്വർഗം നബി തങ്ങൾ ഞങ്ങൾക്ക് ശുപാർശ ചെയ്ത് വാങ്ങിത്തരും. അതാ റബിയ തങ്ങൾ ചോദിച്ചത്. റബിയ തങ്ങൾ മുസ്ലിമാണെങ്കിൽ ഞങ്ങൾ മുസ്ലിമാണ്. അപ്പൊ ആ വിഷയം ഇവിടെ തെളിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്.